വെൽക്കം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത്, ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വാങ്ങി ഉപയോഗിച്ച ശേഷം വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു മൊബൈൽ ഫോണാണ് പോക്കോ M2 Pro. ഈ ഒരു മൊബൈൽ ഫോൺ അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഓഫറിലാണ് ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തത്. എനിക്ക് ആ ഓഫർ ഉള്ളത് കാരണവും അതുപോലെ തന്നെ SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത കാരണവും എനിക്കൊരു 1000 റുപ്പീസ് ഈ ഒരു മൊബൈലിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങി ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ 2-3 ദിവസം ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ഇനി ഓർഡർ ചെയ്യാൻ പോകുന്നവരും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നവരും തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടിയത് 4GB അതുപോലെ തന്നെ 64GB വേരിയൻ്റ് ആണ്. കൂടാതെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നത്. ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യത്തിൽ 100% മാർക്ക് തന്നെ നമുക്ക് ഈ ഒരു പോക്കോ M2 Pro എന്ന ഈ മൊബൈൽ ഫോണിന് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് നമുക്കൊരു 12,000 അല്ലെങ്കിൽ ഒരു 30,000 റുപ്പീസിന് ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. ക്യാമറയുടെ കാര്യത്തിൽ അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നത്. കൂടാതെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കൊരു 5000 mAh ബാറ്ററി ഫുൾ ചാർജ് ആക്കുവാൻ 1 മണിക്കൂറും 20 മിനിറ്റ് മാത്രമേ ചിലവാകുകയുള്ളൂ. കൂടാതെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ കോൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. അത്യാവശ്യം അടിപൊളി പ്രോസസ്സർ തന്നെയാണ്. നമുക്ക് ഗെയിമിങ്ങിനും അതുപോലെ തന്നെ മറ്റ് വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ അടിപൊളി ആയിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു മൊബൈൽ ഫോൺ 2-3 ദിവസം ഉപയോഗിച്ച് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യത്തിൽ 100% സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചെങ്കിലും പക്ഷേ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ക്യാമറ ബമ്പിൻ്റെ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഒരു കാര്യമായി തന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നേരിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അവരുടെ ഒരു പോളിസി ഉണ്ട്, 7 days റീപ്ലേസ്മെൻറ്റ്. നമുക്ക് 7 ദിവസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ കണ്ടപ്പോൾ, ഓവറായി തന്നെ കണ്ടപ്പോൾ ഞാൻ റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു ടെക്നീഷ്യനെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ആൾ വീട്ടിലേക്ക് വന്നു, ഈ ഒരു മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തു. 15 മിനിറ്റ് ആൾ ഈ ഒരു മൊബൈൽ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബോഡി ടെമ്പറേച്ചർ 41 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതായത് 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലും ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ, വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 41 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റിംഗ് ഇഷ്യൂ അനുഭവപ്പെടാം. ഇത് എനിക്ക് മാത്രം ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിട്ടാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി അത് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ആളത് പറഞ്ഞ് പോവുകയും ഞാനത് വന്ന് വീണ്ടും മൊബൈൽ ഫോൺ 0% ആക്കി മൊബൈൽ ഫോൺ 0 to 100 ഫുള്ളായി ചാർജ് ചെയ്യുന്നു. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയുടെ ടെമ്പറേച്ചർ മാത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ *# ഒരു കോഡ് ഉണ്ട്, കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ കോഡ് അടിച്ച് നോക്കിയപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ടെമ്പറേച്ചർ 43 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അങ്ങനെ ഞാനത് വീണ്ടും റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും ആ സെയിം ടെക്നീഷ്യൻ തന്നെയാണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്തത്. ആൾ വന്നിട്ട് വീണ്ടും ഒരു 50 മിനിറ്റ്സ് ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഈ പോക്കോ M2 Pro ഈ മൊബൈൽ ഫോണിലെ വീഡിയോ ക്യാമറ റെക്കോർഡർ ഓണാക്കി 15 മിനിറ്റ് വീഡിയോ എടുത്തു. 15 മിനിറ്റ് വീഡിയോ എടുത്ത് വീണ്ടും ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 41 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 41 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടാമത് വന്ന് ചെക്ക് ചെയ്തപ്പോൾ 43 ഡിഗ്രി സെൽഷ്യസ് ആയി ഹീറ്റിംഗ് ഇഷ്യൂ കണ്ടു. ഒരു 2% ഇൻക്രീസ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ആൾ പറഞ്ഞത് 49 അല്ലെങ്കിൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ നോർമൽ ഹീറ്റിംഗ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ആളത് അവർക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളിത് പോക്കോയുടെ കസ്റ്റമർ കെയർ സർവീസിലേക്ക് വിളിച്ച് ചോദിച്ചു. ഈ ഒരു മൊബൈൽ ഫോൺ 15 മിനിറ്റ് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. നമുക്കൊരു 43 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്ക് സൈഡ് നല്ലൊരു ഹീറ്റിംഗ് തന്നെ അനുഭവപ്പെടും. നമ്മളൊരു കേസ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു മൊബൈൽ ഫോൺ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഹീറ്റിംഗ് അനുഭവപ്പെടുന്നതാണ്.
അപ്പോൾ പോക്കോയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് നമ്മൾ ഈ ഒരു കാര്യം സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്കൊരു ടൈം ഡ്യൂറേഷൻ കൃത്യമായി പറയാൻ സാധിക്കില്ല. ഇപ്പോൾ 5 മിനിറ്റ് ഉപയോഗിച്ച് ഒരു 49 ഡിഗ്രിയുടെ മുകളിൽ 47 ഡിഗ്രിയുടെ മുകളിലേക്ക് മൊബൈൽ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോക്കോ M2 Pro മൊബൈൽ ഫോൺ മേടിക്കുന്ന ചിലർ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു 15 മിനിറ്റ് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 41-43 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് കൂളാകാൻ വെക്കേണ്ടി വരും. അതാണ് പോക്കോയിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും വിളിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഹയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് നമ്മളൊന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ കോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കോളിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ക്യാമറ നമ്മളൊരു 15 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു 43-41 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സെയിം ഇഷ്യൂ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ ഹീറ്റിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് വാട്സപ്പ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിം അസ്ഫാൾട്ട് പോലെയുള്ള ഗെയിമോ ഒരു കാര്യങ്ങളും ഈ ഒരു മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൂടാതെ ഈ ഒരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിം കാർഡും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും മാത്രമാണ്. ഡുവൽ സിമ്മും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു 15 മിനിറ്റ്സിൽ 41-43 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.